രാജ്ഭവനിലെത്തി ചിലത് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിയോജന അഭിപ്രായങ്ങളെ കഴുത്തുഞെരിച്ച് കൊല്ലാതെ പ്രകടിപ്പിക്കാൻ അനുവദിക്കണം എന്ന നിലപാടാണ് കേരള സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. വിയോജനാഭിപ്രായങ്ങളെ, വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതു ജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിന്റെ ഈടുവെപ്പായി ലഭിച്ചിട്ടുണ്ട്. അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് എന്നതുകൊണ്ട് തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്ഭവന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ രാജഹംസ് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KM ഷാജഹാന്റെ അറസ്റ്റും കോടതിയുടെ വിമർശനവുമെല്ലാം കേരള പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. അതിനിടയിലാണ് വിയോജനാഭിപ്രായങ്ങളെ കഴുത്തുഞെരിച്ചു കൊല്ലാതെ പ്രകടിപ്പിക്കാൻ അനുവദിക്കണം എന്ന വിശദീകരണവുമായി രാജ്ഭവനിൽ മുഖ്യമന്ത്രി എത്തിയത്. ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ പരിപാടി. യോഗത്തിന് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവൻ വെച്ചില്ല. ഇതിനൊപ്പം കോൺഗ്രസ് നേതാവ് ശശി തരൂരും വേദിയിലുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ രാജ്ഭവന് സ്വന്തമായി ഒരു പ്രസിദ്ധീകരണമുണ്ടോ എന്ന് നിശ്ചയമില്ല. കേരളം സാക്ഷരതയാലും പ്രബുദ്ധതയാലും അടയാളപ്പെടുത്തുന്ന സംസ്ഥാനമാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒന്നിന് പ്രസക്തിയുണ്ട്. രാജ്ഭവനിലെ കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ തുടങ്ങിയവയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ക്രോണിക്കിൾ ആകും ഇതെന്ന് കരുതുന്നു. സംവാദാത്മകമാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റേതിൽ നിന്ന് വ്യത്യസ്തങ്ങളോ വിരുദ്ധങ്ങളോ ആയ നിലപാടുകൾ പ്രകടമാക്കുന്ന ലേഖനങ്ങൾ ഇതിൽ വന്നുവെന്ന് വരാം. ഉദാഹരണത്തിന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രാജഹംസ് ആദ്യ പതിപ്പിൽ തന്നെ ഒരു പ്രധാന ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ എല്ലാം സർക്കാരിന്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാകാം. അത് വരുന്നത് രാജ്ഭവന്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് കരുതേണ്ട ആവശ്യമില്ല. വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ ഇല്ലാതാക്കണോ എന്ന 2 ഓപ്ഷനുകളാണുള്ളത്. ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. വിയോജനാഭിപ്രായങ്ങളെ, വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിന്റെ ഈടുവെപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് എന്നതുകൊണ്ട് തന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല. രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജഹംസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്ഭവന്റെ പുതിയ സംരംഭമായ ഇൻഹൌസ് ജേണൽ രാജഹംസ് പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് രാഷ്ട്രീയ കൗതുകമായി. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന്റെ സാന്നിധ്യത്തിൽ ശശി തരൂർ MP രാജഹംസ് ഏറ്റുവാങ്ങി. ഗവർണറുമായും രാജ്ഭവനുമായും ബന്ധപ്പെട്ട വാർത്തകളും ആനുകൂലിക ദൈക്ഷണിക പ്രാധാന്യമുള്ള ലേഖനങ്ങളും ഉൾപ്പെടുത്തിയാകും പുസ്തകം പുറത്തിറക്കുക. ആദ്യമായാണ് രാജ്ഭവൻ ഇത്തരത്തിൽ ത്രൈമാസിക എന്ന നിലയിൽ ഇൻഹൌസ് ജേണൽ പുറത്തിറക്കുന്നത്.